ടൗൺഷിപ്പ് കൃത്യമായ PR വർക്കാണ്. 178 ആളുകൾക്ക് താക്കോല് കൊടുത്തു, നല്ല കാര്യം, ആരും എതിർത്തില്ലല്ലോ. ആ 178 പേരിൽ ഇവിടെ നിന്ന് അവിടെ അപ്പുറത്തേക്കാണല്ലോ ടൗൺഷിപ്പ്. അർച്ചനൊന്ന് പോയി നോക്കിയോ, 178 പേരിൽ എത്ര പേര് അവിടെ താമസിക്കുന്നുണ്ട് എന്ന്. എന്താ താമസിക്കാത്തത്? പ്രവൃത്തി പൂർത്തിയായിട്ടില്ല. എങ്ങനെയാണ് ഒരു പ്രവൃത്തി പൂർത്തി? ഒരു വീടിന്റെ താക്കോല് നമ്മൾ കൊടുക്കുമ്പോൾ, അർച്ചന് ഞാനൊരു വീട് നിർമ്മിച്ചെന്ന് താക്കോല് തന്നിട്ട് പറയാണ് പണിയൊന്നും പൂർത്തിയായില്ല, തൽക്കാലം താക്കോല് വാങ്ങി. കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തതുപോലെ അവരിപ്പോ മറുപടി പറഞ്ഞോട്ടെ. കണ്ണൂർ വിമാനത്താവളത്തിൽ ആളുകൾ കിടക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. ആളുകൾക്ക് കിടക്കാൻ കക്കൂസ് ഉണ്ടാക്കാതല്ലോ കണ്ണൂർ വിമാനത്താവളം. ഇത് മനുഷ്യന് കിടക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വീടാണ്. ഒരു ബാത്റൂമിന്റെ സെപ്റ്റിക് ടാങ്കോ വാട്ടർ ടാങ്കോ ഇല്ലാതെ വയറിങ്ങും പ്ലംബിങ്ങും പൂർത്തിയാക്കാതെ താക്കോല് കൊടുത്ത് PR വർക്ക് നടത്തിയതിനെയാണ് ചോദ്യം ചെയ്തത്. ആ ടൗൺഷിപ്പിന്റെ പ്രൊജക്ട് അവിടെ വരുന്നതിന്റെ സമയത്ത് എന്തെങ്കിലും പൊളിറ്റിക്കൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? അവിടെ പഞ്ചായത്ത് മുതൽ MP വരെയുള്ളത് മുഴുവൻ സംവിധാനവും UDF-ന്റെയാണ്. LDF-ന് ഒരു സംവിധാനവും ഇല്ല ഇവിടെ. ആ സംവിധാനങ്ങൾ ആരെങ്കിലും ആ ടൗൺഷിപ്പിനെതിരായിരുന്നോ? അല്ല. അതിൽ ചില കാര്യങ്ങൾ എതിർത്തിട്ടുണ്ട്. ഇപ്പൊ ഊരാളുങ്കലിന് 299 കോടിക്ക് ടെൻഡർ ഇല്ലാതെ വർക്ക് കൊടുത്തതിന് ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. പുഴ നവീകരണത്തിന് 195 കോടി രൂപ ടെൻഡർ ഇല്ലാതെ ഊരാളുങ്കലിന് ഒരു പരിചയവുമില്ലാത്ത ഒരു മേഖലയിലേക്ക് ഫണ്ട് വെച്ചപ്പോൾ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. പക്ഷെ ആ ടൗൺഷിപ്പിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഈ തട്ടിക്കൂട്ട് ഉദ്ഘാടനം നടത്തിയിട്ട് മന്ത്രി K. രാജൻ എന്താ പറഞ്ഞത്? ഈ വയനാട്ടിൽ ഈ ഒരു മഴ പെയ്യുമ്പം ഒരു ദുരന്തബാധിതനും ഒരു തുള്ളി മഴ നനയേണ്ടി വരില്ല എന്നാ. വയനാട്ടിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മഴയാ. ഈ ദുരന്തബാധിതന് ഇപ്പൊ എവിടെയുള്ളത്? ടൗൺഷിപ്പിലില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള തട്ടിക്കൂട്ട്. പിന്നെ ആരിസ് പറഞ്ഞു പോയി ശബരിമല അർച്ചന് വേണ്ടിയിട്ട് ഞാൻ ശബരിമല മാറ്റിവെച്ചു. ഇപ്പൊ ടണൽ പ്രൊജക്റ്റും